ഇത് 5 പീസ് സെറ്റ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ, ഇതിൽ നിന്ന് നമുക്ക് 2 കുഷ്യൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് കുഷ്യൻ കവർ ആണ്. ഈ ഒരു കുഷ്യൻ കവറിനെ പറ്റി പറയുകയാണെങ്കിൽ അധികം ബിഗ് സൈസ് അല്ല, കുറച്ച് സ്മോൾ സൈസ് ആണ്. നമ്മുടെ കയ്യിൽ ഒതുക്കാവുന്ന രീതിയിലുള്ള ഒരു കുഷ്യൻ ആണ്. ഇതിന്റെ ഇവിടെയായിട്ട് നല്ല എംബ്രോയിഡറി സ്റ്റിച്ചിങ് ഉണ്ട്. ഇത് ക്വിൽറ്റർ വിത്ത് എംബ്രോയിഡറി സ്റ്റിച്ചിങ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല അടിപൊളി പേർപ്പിൾ ഷെയ്ഡിൽ, നല്ല ക്രീം ഷെയ്ഡിൽ വന്നിട്ടുള്ള പ്രിന്റിങ്സ് വന്നിട്ടുള്ള ഒരു അടിപൊളി ബെഡ്ഷീറ്റ് ആണ്. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് പറയുകയാണെങ്കിൽ നോർമൽ ആണ്. ഫ്രണ്ട് സൈഡ് മാത്രമാണ് ഈ ഒരു ക്വിൽറ്റ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇനി ഇവിടെ ബാക്ക് സൈഡിലായിട്ട് ഷിബ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫില്ലിംഗ് ഉള്ള കുഷൻ ആണ് കേട്ടോ. ഉള്ളില് ഫില്ലിംഗ് ഉണ്ട്. ഷിബൊക്കെ നല്ല ഷിബ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ 2 എണ്ണമാണ് കേട്ടോ നമുക്ക് ഇതിൽ വരുന്നത്. കുഞ്ഞാണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ വേറെ കളർ ഷെയ്ഡ്സ് ഒന്നും അവൈലബിൾ അല്ല. ഈ ഒരൊറ്റ പേർപ്പിൾ ഷെയ്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഗ്ലേസ് കോട്ടൺ ആണ്. കറക്റ്റ് കോട്ടൺ അല്ല, ഗ്ലേസ് കോട്ടൺ ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഇനി ഇതിൽ വരുന്നത് 2 പില്ലോ കവേഴ്സ് വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് ബെഡ്ഷീറ്റിന്റെ ആ ഒരു പ്രിന്റിങ് കേട്ടോ. ഒരു ലീഫിന്റെ പ്രിന്റിങ് ആണ് വന്നിട്ടുള്ളത്, ഇലയുടെ ഒക്കെ ടൈപ്പ്. ഇനി ഈ ഒരു പില്ലോ കവറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും അതേപോലെ തന്നെ ക്വിൽറ്റർ വെച്ചിട്ടുള്ള എംബ്രോയിഡറി സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതേപോലെയാണ്, പ്ലെയിൻ ആയിട്ടാണ്. ഇനി ഇതിന്റെ ഇവിടെയും ഷിബ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഫില്ലിംഗ് ഇല്ലാത്തതാണ്. ഇത് അത്യാവശ്യം നമ്മുടെ നോർമൽ ആയിട്ടുള്ള പില്ലോസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പില്ലോ കവർ ആണ്. ഇതിന്റെ സ്റ്റിച്ചിങ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല കേട്ടോ. ആ ഒരു പ്രൈസിനേക്കാളും വേർത്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെറും 445 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു 5 പീസ് സെറ്റ് ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 2 എണ്ണം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരെണ്ണം ഇതാണ്, ഒരെണ്ണം ഇതാണ്. ഇനി വരുന്നത് നമ്മുടെ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് ബെഡ്ഷീറ്റ്. ഇത് ഞാൻ ബെഡിൽ വിരിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ട്. അപ്പൊ ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ഡബിൾ സൈസ് ആണ്. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള എല്ലാ ബെഡ്ഷീറ്റും തന്നെ ഡബിൾ സൈസ് ആണ് എടുത്തിട്ടുള്ളത്. അതിന്റെ സിംഗിൾ സൈസും കിങ് സൈസും ക്യൂൺ സൈസും ഡബിൾ സൈസും അങ്ങനെ 4 സൈസസിൽ വെറൈറ്റീസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം. നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു പേർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബെഡിൽ ഇരിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനി ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്, ഇലാസ്റ്റിക് അല്ല കേട്ടോ. നോർമൽ ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. ഈ കാണുന്ന ബെഡ്ഷീറ്റ് ആണ്. ഇതൊരു വെൽവെറ്റ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. വെൽവെറ്റ് ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ്. ഇത് നിങ്ങൾ പലരും റീൽസിലൊക്കെ വേണമെങ്കിൽ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി നേവി ബ്ലൂ ഷെയ്ഡിൽ പ്രിന്റിങ്സ് വന്നിട്ടുള്ളതാണ്. ഇതിന്റെ കൂടെ 2 പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ പില്ലോ കവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പില്ലോ കവർ വന്നിട്ട്. നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിൽ നല്ലൊരു പിങ്കും വൈറ്റും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സിന്റെ പോലെ ഒരു പ്രിന്റിങ് വന്നിട്ടുള്ള നല്ല ഒരു വെൽവെറ്റ് പില്ലോ കവർ ആണ്. ഇത് ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. പില്ലോ കവറിന് ഏറ്റവും എൻഡിങ്ങിലായിട്ട് ടോപ്പിലായിട്ടാണ് ബട്ടൺസ് അല്ല സിബ് കൊടുത്തിട്ടുള്ളത്. സിബ് തന്നെ സാധാ നോർമൽ സിബല്ല, ഇങ്ങനത്തെ സിബാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വേണമെങ്കിൽ നിറക്കാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള പില്ലോ തന്നെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ 2 പില്ലോ കവേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് അത്രയും സോഫ്റ്റ് ആണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് ഹാൻഡ് വാഷും മെഷീൻ വാഷും ഒക്കെ പറ്റുന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇനി ഈ ഒരു ബെഡ്ഷീറ്റിന് പറയുകയാണെങ്കിൽ നിവർത്തി നോക്കിയാൽ ഇങ്ങനെയാണ്, നല്ല അടിപൊളി പ്രിന്റിങ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനത്തെ ഫ്ലവേഴ്സിന്റെ പ്രിന്റിങ്സ് ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇതിന്റെ ഇവിടെ ഇലാസ്റ്റിക് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബെഡിൽ വിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റിൽ നിന്നോളും.
ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ സൈസും ഞാൻ എടുത്തിട്ടുള്ളത് ഡബിൾ സൈസ് ആണ് കേട്ടോ. ഇതിന്റെ സൈസ് ഡബിളും ക്യൂനും കിങ്ങും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ലിങ്കിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിന്റെയും കളർ ഷെയ്ഡ്സ് അവൈലബിൾ അല്ല, പക്ഷെ വേറെ പ്രിന്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വെൽവെറ്റ് ബെഡ്ഷീറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വേറെയും ഞാൻ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യാന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യും. ഈ നെക്സ്റ്റ് ബെഡ്ഷീറ്റ് വന്നിട്ട് ഈ ഒരു ബെഡ്ഷീറ്റ് ആണ്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ്. ഓക്കെ, ഇതും നിങ്ങൾ പലരും വേണമെങ്കിൽ കണ്ടിട്ടുണ്ടാകും. ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല, ഗ്ലേസ് കോട്ടൺ ആണ്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു പില്ലോ കവർ ആണ്. ബാക്കിൽ സിബ് ഇല്ല, പക്ഷെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി രണ്ട് ബെഡ്ഷീറ്റ് ആണ്, രണ്ട് പില്ലോ കവേഴ്സ് ആണ് വരുന്നത്. പില്ലോ കളർ ഒരു ക്രീമിൽ വൈറ്റ് പ്രിന്റിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ വരുന്നത്. പക്ഷെ ബെഡ്ഷീറ്റിൽ ചെറിയൊരു മെറൂണിന് പിങ്ക് ഷെയ്ഡ് പ്രിന്റിങ്സ് വന്നിട്ടുണ്ട്. ഇതും ഞാൻ എടുത്തിട്ടുള്ളത് ഡബിൾ സൈസ് ആണ് കേട്ടോ. കണ്ടോ, ഇതിൽ ഇങ്ങനത്തെ ഒരു പ്രിന്റിങ്സ് ആണ് വന്നിട്ടുള്ളത്. ഒരു മെറൂണും പിങ്ക് ഷെയ്ഡും ഒക്കെ കോമ്പിനേഷനിൽ വരുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ്. ഇത് ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ബെഡിൽ വിരിച്ചിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇനി ഇതും ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ്, ഇലാസ്റ്റിക് വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് ആണ് കേട്ടോ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് 350 റുപ്പീസോ അങ്ങനെ എന്തോ ആണുള്ളത്. 350-360 രൂപയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി ബെഡ്ഷീറ്റ് ആണ്. ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയാണ് ഈ ഒരു ബെഡ്ഷീറ്റ് വന്നിട്ട്. ഇതിന്റെ സൈസും അവൈലബിൾ ആണ്. ഇനി ഈ ബെഡ്ഷീറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ബെഡ്ഷീറ്റ് ആണ്. ഇതും 5 പീസ് സെറ്റ് ബെഡ്ഷീറ്റ് ആണ്. ഇതിൽ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിലും ചെറിയ 2 കുഷ്യൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കുഞ്ഞു കുഷ്യൻസ് ആണ്. നേരത്തെ ആ പേർപ്പിൾ കാണിച്ചിട്ട് അതേ സെയിം വലിപ്പം തന്നെയാണ് ഈ ഒരു കുഷൻ കവറിനുള്ളത്. ഇത് ട്വിറ്റർ വിത്ത് എംബ്രോയിഡറി ആണ്. ഫിൽറ്റർ ചെയ്തിട്ടുള്ളിൽ ഫില്ലിങ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഇതാ അതേപോലെ തന്നെ സിബ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഇതാ ഫില്ലിങ് വന്നിട്ടുണ്ട്. ഇതിന്റെ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ, ഗ്ലേസ് കോട്ടൺ അല്ല, കറക്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതിന്റെ പ്രൈസും ആ ഒരു 500-600 റുപ്പീസിന്റെ അടുത്താണ്. എന്തായാലും ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ബെഡ്ഷീറ്റ് ഉണ്ട്, പില്ലോ കവേഴ്സ് ഉണ്ട്. ഇതാണ് ഇതിന്റെ പില്ലോ കവേഴ്സ്. ഇതിന്റെ കളർ ഷെയ്ഡ്സ് വേറെ അവൈലബിൾ അല്ല. ഇതൊരു ബീച്ച് കളർ ആയിട്ടാണ് അതിൽ കാണിക്കുന്നത്. പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ബീച്ച് കളർ ആയിട്ട് തോന്നിയിട്ടില്ല. വേറൊരു ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതും ഫിൽറ്റർ വിത്ത് എംബ്രോയിഡറി സ്റ്റിച്ചിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഇതാ സിബ് വരുന്നുണ്ട്. ഇതിന്റെ 2 അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ബെഡ്ഷീറ്റ് വന്നിട്ട് ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു ബെഡ്ഷീറ്റ് സെറ്റ് ആണ് കേട്ടോ. ഇത് നോർമൽ ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്, ഫിറ്റഡ് അല്ല. ഞാൻ ബെഡിൽ വിരിച്ചിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ കോട്ടണും കൂടെയാണ് കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. ഇത് ഹാൻഡ് വാഷും മെഷീൻ വാഷും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് ഡബിൾ സൈസ് ആണ്. സൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബെഡ്ഷീറ്റ് ഹോൾ വീഡിയോ വന്നിട്ട്. അപ്പൊ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു ബെഡ്ഷീറ്റ് ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്